അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു, നരേന്ദ്രമോദി എന്ത് പറയുന്നു എന്നതിലല്ല കാര്യം. എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതായത് ഇന്ത്യ അമേരിക്ക റിലേഷനെ നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ അതൊരു പുകമറയിൽ അത് നിൽക്കുകയാണ്. നമുക്കതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ ഡീപ്പായിട്ട് ഇന്ത്യ യു എസ് റിലേഷനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യയും ഇന്ത്യക്ക് അമേരിക്കയും മുന്നോട്ടുള്ള യാത്രയിൽ ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, പാക് സിലിക്ക. പാക് സിലിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു ഇനിഷ്യേറ്റീവാണ്. അതായത് ചൈനയുടെ മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ നോക്കിയ സമയത്ത് ചൈന നൈസായിട്ട് അമേരിക്കയിലേക്ക് അപൂർവ ധാതുക്കളുടെ കയറ്റുമതി അങ്ങ് നിർത്തി. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുക്കൾ കിട്ടാതെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റെയർ മിനറൽസ് കിട്ടാതെ ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ പോലും ഉണ്ടായി. അപ്പോഴാണ് ട്രംപ് ഭരണകൂടം മനസ്സിലാക്കിയത് എന്തുമാത്രം അവർ ചൈനയിൽ ഡിപ്പെൻഡഡ് ആണെന്ന്. അതായത് ചൈനയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ചൈന അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തു, മാനുഫാക്ചറിങ് തുടങ്ങി. അപ്പോൾ ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസ്, റെയർ എർത്ത് മിനറൽസ് ചൈന സെക്യൂർ ചെയ്തു ലോകം മൊത്തം. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിന്റെ മുഴുവൻ കൺട്രോൾ ചൈനയുടെ കയ്യിലായി. മെജോറിറ്റിയും ചൈനയുടെ നിയന്ത്രണത്തിൽ വന്നു. അമേരിക്കയ്ക്ക് പോലും ക്രിട്ടിക്കൽ മിനറൽസ് കിട്ടണമെങ്കിൽ ചൈനയിൽ നിന്ന് വരണം എന്നുള്ള സ്ഥിതിയായി. അത് അമേരിക്കൻ ഭരണകൂടം തിരിച്ചറിയുന്നത് ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിയതുപോലെ അതിന് മുമ്പ് ചൈനയുടെ മേലൊന്ന് താരിഫ് ചുമത്തി കളിച്ചപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ഉടനെ തന്നെ ഒരു പുതിയ മാർഗം കണ്ടെത്തണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമാണ് പാക് സിലിക്ക എന്ന് പറയുന്ന ഗ്രൂപ്പ്. എന്താണ് ഈ പാക് സിലിക്ക ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായ ഒരു ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ആണ്. പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് ഈ അപൂർവ ധാതുക്കൾ, സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അഡ്വാൻസ്ഡ് ടെക്നോളജി, ക്രിട്ടിക്കൽ ആയിട്ടുള്ള മിനറൽസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സപ്ലൈ ചെയിൻ, ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് 2025 ഡിസംബർ 12 7 രാജ്യങ്ങൾ ചേർന്ന് ഒരു ഡിക്ലറേഷൻ ഒപ്പുവയ്ക്കുന്നു. US, ഗ്രീസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, UK, സിംഗപ്പൂർ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളായിരുന്നു ആ 7 രാജ്യങ്ങൾ. ആദ്യഘട്ടത്തിൽ ഇന്ത്യ അതിനോട് സഹകരിച്ചില്ല. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര തർക്കം നിലനിൽക്കുന്ന സമയമാണ്. നമ്മുടെ മേൽ 50% താരിഫ് ചുമത്തിയ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനോട് സഹകരിക്കാതെ വിട്ടുനിന്നു. ഈ 7 രാജ്യങ്ങൾക്ക് പുറമെ പിന്നീട് 2025 ഡിസംബർ 17 നെതർലൻഡ് സൈൻ ചെയ്തു. 2026 ജനുവരി 14 UAE സൈൻ ചെയ്തു. 2026 ജനുവരി 13 ഖത്തറും 2026 ഫെബ്രുവരി 20 അതായത് ഇന്നേ ദിവസം ഇന്ത്യയും പാക് സിലിക്കയിൽ സൈൻ ചെയ്ത അതിന്റെ ഭാഗമായി. നിലവില് ഒഫീഷ്യലായിട്ട് പാക് സിലിക്ക ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ US, ഗ്രീസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, UK, സിംഗപ്പൂർ, ഇസ്രായേൽ, നെതർലൻഡ്, UAE, ഖത്തർ, ഇന്ത്യ. ഇത്രയും രാജ്യങ്ങളാണ് നിലവിലുള്ളത്. അമേരിക്കയുമായിട്ട് ഇതിന്റെ ഭാഗമാകാനായിട്ട് നിലവിൽ ചർച്ച നടത്തുന്നത് കാനഡയും യൂറോപ്യൻ യൂണിയനും തായ്വാനും മാത്രമാണ്. ലോകത്തെ മറ്റ് രാജ്യങ്ങളെ ഒന്നും തന്നെ നിലവിൽ ഇതിലേക്ക് അമേരിക്ക ക്ഷണിച്ചിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പാക് സിലിക്ക എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ കുറച്ച് രാജ്യങ്ങൾ, അമേരിക്കയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പുറത്ത് നടക്കുന്ന ചർച്ചകൾ എടുത്തു വെച്ചിട്ട് ഇന്ത്യ അമേരിക്ക റിലേഷനെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നൊരു കാര്യം, പുറമേ തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളുമുള്ള 2 രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പാക് സിലിക്ക പോലെയുള്ള ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ചു വരിക എന്നുള്ളതായിരിക്കും. ഇതാണ് ഇന്ത്യ US റിലേഷനിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം. അമേരിക്കയുടെ എല്ലാ നിലപാടുകളോടും ഇന്ത്യക്ക് യോജിപ്പില്ല, ഇന്ത്യക്ക് വിയോജിപ്പുകളുണ്ട്. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട്, വെനസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളോട് ഇന്ത്യക്ക് എതിർപ്പുണ്ട്. അങ്ങനെ അമേരിക്കയുടെ നിലപാടുകളെ എതിർക്കുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാക് സിലിക്ക മെമ്പേഴ്സിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്, അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളാണ്. പിന്നെ എങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇന്ത്യ വന്നു എന്ന് ചോദിച്ചാൽ 21ാം നൂറ്റാണ്ടില് ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപോലെ അത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും നഷ്ടമാണ്. അമേരിക്കയുടെ പല നിലപാടുകളോട് ഇന്ത്യക്കും ഇന്ത്യയുടെ നിലപാടുകളോട് അമേരിക്കയ്ക്കും എതിർപ്പുകൾ ഉള്ളപ്പോഴും സഹകരിക്കാതിരിക്കാൻ 2 രാജ്യങ്ങൾക്കും പറ്റില്ല. പലരും വിചാരിക്കും അമേരിക്ക വലിയ പവർ അല്ലേ, അവർക്ക് ഇന്ത്യയൊക്കെ എന്താണ് അവരുടെ മുമ്പിൽ എന്ന് തോന്നാം. അങ്ങനെയല്ല. അമേരിക്ക 2026 ഈ വർഷം നിൽക്കുമ്പോൾ US തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. മാൻ പവർ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല.
ചൈനയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ മാൻ പവർ ആണ്. ആ മാൻ പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചൈന ഇതെല്ലാം വെട്ടിപ്പിടിച്ചത്. അമേരിക്കയ്ക്ക് ഇല്ലാതെ പോയതും ചൈനയ്ക്കുള്ള അത്രയും വലിയ മാൻ പവർ ആയിരുന്നു. രണ്ടാമത്, ഇന്ത്യക്കാര് സ്മാർട്ടാണ്. ഞാൻ പറയുന്നത് 150 കോടി ജനങ്ങൾ ഒരുപോലെ സ്മാർട്ടാണെന്നല്ല. പക്ഷെ ഈ 150 കോടി ജനങ്ങൾക്കിടയിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഇപ്പോ സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ എങ്ങനെയാണ് ഗൂഗിളിന്റെ തലപ്പത്തെത്തിയത്? അമേരിക്കയിലെ ടെക്നോളജി കമ്പനികളുടെ എല്ലാം തലപ്പത്ത് എങ്ങനെയാണ് ഇന്ത്യക്കാരെത്തുന്നത്? അപ്പൊ പലരും ചോദിക്കും, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പിന്നെ ഒരു ഗൂഗിൾ ഉണ്ടാവാത്തത്, എന്തുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് ഉണ്ടാവാത്തത്? അതിന്റെ കാരണം ഇന്ത്യയിൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യമില്ല എന്നതുകൊണ്ടാണ്. ഈ പറയുന്ന അമേരിക്കൻ കമ്പനികളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ടെക് ഭീമന്മാരെല്ലാം ഒരുപക്ഷെ ചിലരൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ നേടിയിട്ട് അമേരിക്കയിൽ പോയവരാണ്, അല്ലെങ്കിൽ ഇവരുടെ പാരൻസ് അമേരിക്കയിൽ പോയി സെറ്റിൽഡ് ആവുകയും പിന്നീട് അവിടെ ജനിച്ചവരുമാണ്. അങ്ങനെ ഇന്ത്യൻ വംശജരായി മാറിയവരാണ്. വലിയൊരു ശതമാനം ആളുകൾ അവരുടെ പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം ഇന്ത്യയിലും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോവുകയും പിന്നീട് അമേരിക്കയിൽ ഉണ്ടായ ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഉന്നത പദവികളിലേക്ക് എത്തിയവരുമാണ്. അതായത് അമേരിക്ക ഒരു വികസിത രാഷ്ട്രമായതുകൊണ്ട് അവിടെ കഴിവുള്ളവർക്ക് ആ കഴിവ് പുറത്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യക്കാരിൽ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ അമേരിക്കയിൽ പോയി സക്സസ് ആവുന്നത് അതുകൊണ്ടാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കൂ. ഇപ്പോൾ യൂറോപ്പ് ആയാലും ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും അമേരിക്ക ആയാലും കയ്യിൽ 10 പൈസ ഇല്ലാതെ ഈ രാജ്യങ്ങളിലോട്ട് പൊടിയും തട്ടി കയറിപ്പോകുന്നവരായിരിക്കും ഇന്ത്യക്കാര്. അങ്ങോട്ട് പോകാൻ വേണ്ടി തന്നെ അത്യാവശ്യം നല്ല ചെലവുണ്ട്. അവിടെ ചെന്ന് കൊടിയ ദാരിദ്ര്യം അനുഭവിക്കും. ചെന്ന് റൂമുകൾ ഷെയർ ചെയ്തിട്ടും അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ താമസിക്കേണ്ടി വരും. ഒട്ടും വൃത്തിയില്ലാത്ത ഏറ്റവും ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരും. ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് പല ഇന്ത്യക്കാരും അവിടോട്ട് എത്തുമ്പോൾ ഉള്ളൊരു കാലഘട്ടത്തിൽ അവർ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെ. പക്ഷെ ആ ഇന്ത്യക്കാര് ഒരു 4-5 വർഷം കഴിയുമ്പോൾ ശരാശരി ഒരു അമേരിക്കക്കാരൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുകയും ഒരു അമേരിക്കക്കാരൻ ജീവിക്കുന്നതിനേക്കാൾ ലക്ഷറി ലൈഫിൽ അവിടെ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഉയർന്നു വരാൻ കഴിയാത്തത്. കാരണം നമ്മളതൊരു വികസ്വര രാഷ്ട്രമാണ്. US കിട്ടുന്ന ഫെസിലിറ്റീസ് ഇവിടെ കിട്ടില്ല. കഴിവുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ച് മുന്നോട്ട് വരാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. ആ അവസരം ഉണ്ടാക്കാനാണ് ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. പക്ഷെ അതും എളുപ്പമല്ല ഇന്ത്യ പോലെ ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത്. പക്ഷെ അമേരിക്ക ഓൾറെഡി ഡെവലപ്ഡ് രാജ്യമാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. മാത്രമല്ല അവിടുത്തെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാണ്. കഴിവുള്ളവർ അവിടെ പോയാൽ വിത്തിൻ ഇയേഴ്സ് അവർ അവിടുത്തെ ഏറ്റവും സമ്പന്നരായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ആ ഒരു സ്മാർട്ട്നെസ് ഇന്ത്യക്കാർക്കുണ്ട്. അപ്പൊ ഇന്ത്യക്കാരെ കുറിച്ച് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ അമേരിക്കയ്ക്ക് ബോധ്യമുള്ളൊരു കാര്യം, ഇനിയുള്ള ഒരു 10-30 വർഷം കൊണ്ട് ഇന്ത്യ ഒരു പ്രധാന ശക്തിയാവും. ഒരു മേജർ എക്കണോമിക് പവറും ഒരു സൈനിക ശക്തിയും ഒക്കെ ആവും. അമേരിക്ക അവിടെ ശ്രമിക്കുന്നത് ഇന്ത്യ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ പോകാതെ അമേരിക്കയുടെ കൂടെ നിൽക്കണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ മേൽ പല സമ്മർദ്ദങ്ങൾ ചെലുത്താൻ ശ്രമിക്കുന്നതും ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ അമേരിക്ക അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയ്ക്കെതിരെ പോകുന്ന ഒരു ഇന്ത്യ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ കൂടെ നിൽക്കാത്തൊരു ഇന്ത്യ അവർക്ക് വേണ്ട. അമേരിക്ക അവരുടെ സൂപ്പർ പവർ പൊസിഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു പുതിയ ശക്തിയായിട്ട് ഇന്ത്യ മാറരുത്. അതേസമയം അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു സഖ്യരാജ്യമാണെങ്കിൽ അമേരിക്ക ഹാപ്പിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി അങ്ങനെ അല്ല. ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തുന്ന ഒരു ഭരണകൂടമാണ്. അതിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും മറ്റ് രാജ്യങ്ങൾ വേറൊരു രാജ്യത്തിന്റെ ഇന്റേണൽ മാറ്ററിൽ കയറി ഇടപെടുന്നത് ശരിയല്ലെന്നും ഒക്കെയാണ് ഇന്ത്യയുടെ ഒരു പോളിസി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ആ ഒരു തൊഴുത്തിലേക്ക് പോകാൻ തയ്യാറല്ല. അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ പുറമേ കാണുന്നത്. ഇത് പുറമേ കാണുമ്പോഴും അകത്തുകൂടി ഇന്ത്യ US റിലേഷൻ ബിൽഡ് ആവുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടന്ന AI ഉച്ചകോടിയുടെ കാര്യം എടുക്കാം. ഈ AI ഉച്ചകോടിയിൽ ഏറ്റവും കൂടുതൽ വന്ന സമ്പന്നരായിട്ടുള്ള ബിസിനസ്സുകാർ അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ കമ്പനികളിലെ CEOമാരാണ് കൂടുതൽ ഇന്ത്യയിലോട്ട് വന്നത്. അവരാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നത്. ഇവൻ ഓൾറെഡി നമ്മൾ സംസാരിച്ചു, ഗൂഗിള്, നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ, അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ ആമസോൺ, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇനി പ്ലാൻ ചെയ്യുന്നതും വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളാണ്. സോ അവര് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യ US റിലേഷൻ മോശമാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. സോ അവർക്കറിയാം ഇന്ത്യക്ക് US-നെയും ഇന്ത്യ ആവശ്യമാണ്. ചൈനയെ നേരിടാൻ അമേരിക്കയെ കൊണ്ട് ഇനിയുള്ള കാലത്ത് ഒറ്റയ്ക്ക് പറ്റില്ല. അതിന്റെ കാരണം ചൈന വളരെ വലുതാണ്. ചൈനയുടെ പോപ്പുലേഷൻ വളരെ വലുതാണ്. ചൈനയുടെ മാനുഫാക്ചറിങ് രംഗത്തെ പവർ വളരെ വലുതാണ്.
അപ്പോൾ ഒരിക്കലും ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ മാനുഫാക്ചറിങ് രംഗത്ത് മറികടക്കാൻ അമേരിക്കയെ കൊണ്ട് കഴിയില്ല. അതിന് വിദൂര സാധ്യതയുള്ളത് ഇന്ത്യയാണ്. ഇത് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം. ചൈനയുടെ കയ്യിൽ മാത്രമായിട്ട് മാനുഫാക്ചറിങ് പവർ നിൽക്കുന്നതിന് പകരം അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കണം എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പോപ്പുലേഷൻ കൂടുതലുള്ള മറ്റുള്ള രാജ്യങ്ങൾ എടുത്താൽ സ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ താരതമ്യേന കുറവാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് പോപ്പുലേഷൻ ഉണ്ട്, പക്ഷേ സ്റ്റേബിൾ അല്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ പോപ്പുലേഷൻ ഉണ്ട്, സ്റ്റേബിൾ അല്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോപ്പുലേഷൻ ഉണ്ട്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന സ്ഥിതിയാണ്. പിന്നെ ഉള്ളത് ഇന്തോനേഷ്യയാണ് താരതമ്യേന. പക്ഷേ ഇന്തോനേഷ്യ ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യമല്ല. ഇന്തോനേഷ്യ കുറെ ദ്വീപുകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ അവിടെ അതിൻ്റെതായ ചലഞ്ചസ് ഒരുപാടുണ്ട്. മാത്രമല്ല ഇന്ത്യയിലുള്ളത് പോലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ താരതമ്യേന ഇന്തോനേഷ്യയിലില്ല. സോ എന്തുകൊണ്ടും ചൈനയ്ക്കൊരു ബദൽ എന്ന നിലയിൽ ജിയോഗ്രഫിക്കലി നോക്കിയാലും ഇന്ത്യൻ ഓഷ്യന്റെ സെൻട്രലിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് ഇന്ത്യ ഒരു ബെസ്റ്റ് ബദലാണെന്ന് US അറിയാം. സോ ഇന്ത്യയുമായിട്ട് സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അമേരിക്കൻ കമ്പനികൾ പതിയെ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷേ എപ്പോഴും അമേരിക്ക അവരുടെ ഒപ്പം ഇന്ത്യ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. US ചില ഒഫീഷ്യൽസിന്റെ ഒരു യോഗം, പേര് ഞാൻ വിട്ടുപോയി. സോ അതിനകത്ത് അവർ സജസ്റ്റ് ചെയ്യാണ് ഇന്ത്യയെ കൂടെ നിർത്താൻ എന്ത് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയും. അവർ പറയുന്നത് ഇങ്ങനെയാണ്. ആ വീഡിയോ ഇപ്പോൾ ഭയങ്കര വൈറലാണ് കേട്ടോ. സോ അതിനകത്ത് അവർ പറയുന്നത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധവും അമേരിക്ക ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രസ്റ്റബിൾ ഒരു റിലേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ തയ്യാറാവണം. അതായത് ഇന്ത്യക്ക് എന്താണ് വേണ്ടത്, ഇന്ത്യയുമായിട്ട് ഇന്ത്യ ഇങ്ങനെ റഷ്യയായിട്ടൊക്കെ സഹകരിക്കുന്ന കുറച്ചിട്ട് അമേരിക്കയുമായിട്ട് കട്ട ചങ്കായിട്ട് അമേരിക്കയുടെ കൂടെ നിൽക്കാൻ എന്ത് US ചെയ്യാൻ പറ്റുമെന്ന് US ആലോചിക്കണം എന്നാണ് അമേരിക്കയിലെ എക്സ്പേർട്സ് പറയുന്നത്. സോ അവർക്ക് ഇന്ത്യ വേണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ കൂടെ വേണം. അവരാഗ്രഹിക്കുന്നത് അമേരിക്കയുടെ മാത്രം പങ്കാളിയായിട്ടാണ്. നമുക്കതിന് പറ്റില്ല. നമുക്ക് റഷ്യയെ പിണക്കാൻ പറ്റില്ല. റഷ്യ നമ്മുടെ എല്ലാ കാലത്തെയും സുഹൃത്താണ്. നമുക്ക് ചൈനയുമായിട്ട് ആവശ്യമില്ലാതെ യുദ്ധം ഉണ്ടാക്കാൻ താല്പര്യമില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. പണ്ട് കാലത്ത് ഇന്ത്യയും ചൈനയും ഒക്കെ പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ഇന്ത്യൻ കൾച്ചറാണ് വലിയൊരു അളവിൽ നമുക്ക് ചൈനയെ കാണാൻ പറ്റുന്നത്. അതിനകത്ത് ഒരു ചൈനീസ് വേർഷൻ ഉണ്ട്. ചൈനീസ് ബുദ്ധിസം ആയാലും ടിബറ്റൻ ബുദ്ധിസം ആയാലും ചൈനീസ് കൾച്ചറിനെ ഇന്ത്യ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ജപ്പാനെ പോലും. ചൈനയും സൗത്ത് ഏഷ്യയും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ്. പിന്നെ അത് അവരുടെ നാടുകളിലേക്ക് എത്തുമ്പോൾ അതിലൊരു പ്രാദേശികമായ ഒരു കൂടിച്ചേരൽ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പൊ ഇന്ത്യ അതുകൊണ്ട് ചൈനയുമായിട്ട് യുദ്ധം ചെയ്ത് ചൈനയെ അങ്ങ് ഇല്ലാതാക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരു വലിയ യുദ്ധം ചൈനയും ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ നാളെ ചൈന ഒരു പ്രശ്നമാണെന്ന് കണ്ടാൽ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാം. അപ്പൊ ഇന്ത്യ അതിനൊന്നും നിന്നു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യയെ കിട്ടില്ല. പക്ഷേ അപ്പോഴും ഇന്ത്യയുമായിട്ട് സഹകരിക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് പിണങ്ങി മാറി നിൽക്കാനോ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയെ മാറ്റി നിർത്താനോ കഴിയില്ല. കാരണം നമ്മളൊരു ഉത്തര കൊറിയയോ അല്ലെങ്കിൽ ഒരു ഇറാനോ അല്ല. 150 കോടി മനുഷ്യരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള ധൈര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കുറേ ആളുകൾ അമേരിക്ക ആനയാണ് ചേനയാണ്. ശരിയാണ്, അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവറാണ്. റഷ്യയെക്കാളും ചൈനയെക്കാളും പവർഫുള്ളാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും വരെ അമേരിക്ക പേടിയുണ്ട്. ഇപ്പോൾ വെനസ്വേലൻ ഭരണാധികാരി ഒരു പ്രോ റഷ്യൻ ആയിരുന്നു, പ്രോ ചൈനക്കാരനായിരുന്നു. അയാളെ രാഖി രാമാനം അമേരിക്ക തൂക്കിയെടുക്കുമ്പോൾ എന്തുകൊണ്ട് ചൈനയും റഷ്യയും പ്രതികരിച്ചില്ല? പേടിയാണ്. പേടിയുടെ പ്രധാന കാരണം എക്കണോമി പരമായിട്ടുള്ള പേടികളാണ്. സാമ്പത്തികമായിട്ട് അമേരിക്ക വിചാരിച്ച ചൈനയെ പോലും ഒന്നും അല്ലാതാക്കാനൊക്കെ കഴിയും. അമേരിക്കയ്ക്ക് കുറച്ച് നഷ്ടങ്ങൾ സഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് സാധിക്കും അമേരിക്കയെ കൊണ്ട്. അപ്പോൾ കടുത്ത പ്രയോഗം എന്ന രീതിയിൽ അമേരിക്ക അതിന് തയ്യാറാകുമോ എന്ന ഭയം ചൈനയ്ക്കുമുണ്ട്. അപ്പോൾ വാചകമടി എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇപ്പോൾ ഇറാനിൽ കയറി അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ ബോംബിട്ടപ്പോൾ റഷ്യയും ചൈനയും എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ പേടിയുണ്ട് അവർക്ക് പോലും അമേരിക്കയെ. അമേരിക്ക ലോകത്തെ സൂപ്പർ പവറാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഈ 150 കോടി ജനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തിയൊന്നും അമേരിക്കയുടെ കയ്യിലില്ല. ആ കാലമൊക്കെ അവസാനിച്ചു. അപ്പോൾ അമേരിക്ക പക്ഷേ അവരുടെ എക്കണോമി എന്ന് പറയുന്ന ഒരു ടൂള്, അതിനെ ഒരു ആയുധമായിട്ട്, താരിഫിനെയും അല്ലെങ്കിൽ എക്കണോമിയെയും ഒക്കെ ഒരു ആയുധമായിട്ട് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അവിടെയും ഒരിക്കലും ചൈനയെ കാണുന്നത് പോലെ അല്ല അമേരിക്ക ഇന്ത്യയെ കാണുന്നത്. അല്ലെങ്കിൽ പാക് സിലിക്ക എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഇന്ത്യ വരില്ല. ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് പാക് സിലിക്കയിലേക്ക് ഇന്ത്യ അമേരിക്ക ക്ഷണിക്കണമെങ്കിൽ, ഇന്ത്യ അതിൻ്റെ ഭാഗമാകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ത്യ US റിലേഷൻ വളരെ നന്നായിട്ട് തന്നെ ഭാവിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ട്രംപിനെ പോലെ ഭരണാധികാരികൾ മാറുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഇന്ത്യക്ക് അമേരിക്കയോ അമേരിക്കയ്ക്ക് ഇന്ത്യയോ പിണക്കാനോ മാറ്റി നിർത്താനോ കഴിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നമുക്ക് മൈക്രോസോഫ്റ്റും ഗൂഗിളും മെറ്റയും ആമസോണും ഒക്കെ ആവശ്യമാണ്. അവരുടെ പൈസ വേണം, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്.
അവര് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ഇപ്പൊ ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തപ്പോൾ എന്തുമാത്രം തൊഴിലവസരങ്ങൾ ഉണ്ടായി. മൊബൈൽ ഫോൺ എക്സ്പോർട്ടിങ്ങിൽ ഇന്ത്യ രണ്ടാമതെത്തി. അപ്പൊ നമുക്ക് അമേരിക്കയെ വേണം. നമുക്ക് അമേരിക്കയെ ഒഴിവാക്കിയാൽ നമുക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. ചൈന പോലും വളർന്നത് അമേരിക്കയുടെ സഹായം കൊണ്ടാണ്. അപ്പം നമുക്ക് അമേരിക്കയെ വേണം. പക്ഷേ നമ്മുടെ പരമാധികാരത്തെ അമേരിക്കയുടെ മുന്നിൽ അടിയറവ് വയ്ക്കാതെ, അമേരിക്കയ്ക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് കൊടുക്കാതെ, വഴങ്ങിക്കൊടുക്കാതെ, അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമാകാതെ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ നയതന്ത്ര തലത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നിലനിർത്തിക്കൊണ്ട് അമേരിക്കയുമായിട്ട് പരമാവധി സഹകരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അമേരിക്ക നമ്മളെ അവരുടെ പക്ഷത്തോട്ട് കൊണ്ടുപോകാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതിന് ഇന്ത്യ വഴങ്ങാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് പുറമേ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിന്റെ പുറകിൽ ഇന്ത്യ യുവ സഹകരണം എവിടെയും തടസ്സപ്പെടാതെ മുന്നോട്ട് പോവാണ്. സ്പേസിൽ, അത് ടെക്നോളജിയിൽ, ആയുധ കച്ചവടത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ പാക്സിലിക്ക എന്ന് പറയുന്നത് ചൈനയ്ക്കെതിരെ രൂപം കൊണ്ട ഏറ്റവും വലിയ ഗ്രൂപ്പാണ്. ഒരുപാട് റെയർ എർത്ത് മിനറൽസും മാങ്ങയും മാങ്ങാത്തൊലിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പാകിസ്ഥാനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി പാകിസ്ഥാൻ ചിലപ്പം കരഞ്ഞ് കാല് പിടിച്ച് അംഗമാവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതുവരെ വിളിച്ചിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നൊക്കെ പറഞ്ഞിട്ട് അസീം മുനീറിനെ കുറിച്ച് ട്രംപ് വാചാലനായതാണ്. എന്നിട്ടും ഇപ്പൊ ഇന്ത്യയുമായിട്ട് അമേരിക്ക ഉടക്കി നിന്ന ഡിസംബർ നവംബർ മാസങ്ങളുണ്ട് 2025. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിലെങ്കിലും പാകിസ്ഥാനെ പിടിച്ചതിന്റെ ഭാഗമാക്കാമായിരുന്നു. ആക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്ക ഒരു ടിഷ്യൂ പേപ്പർ ആയിട്ടാണ് പാകിസ്ഥാനെ കാണുന്നത്. അത് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറാണ്, യൂസ് ആൻഡ് ത്രോ, അത്രേ ഉള്ളൂ. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ അവർക്ക് ആവശ്യമാണ് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം. ഭാവിയിൽ അമേരിക്കൻ എക്കണോമിയുടെ നിലനിൽപ്പിനും ആവശ്യമാണ്. കാരണം ചൈന ഓൾറെഡി ഒരു അമേരിക്ക ഇല്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന നിലയിലോട്ട് ഇന്ന് വളർന്നു. അപ്പൊ ഇനി അമേരിക്കയുടെ എക്കണോമി നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യയിലെ 150 കോടി ജനങ്ങളും ആവശ്യമാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യക്ക് യുഎസിനെയും യുഎസിന് ഇന്ത്യയും വേണമെന്നുള്ളൊരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.